ഹായ്, വെൽക്കം ബാക്ക് ടു ഷീസ് ഫ്ലവേഴ്സ്. ഇന്നത്തെ റെസിപ്പി കായബജിയാണ്. ചായക്കടയിലൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റുള്ള കായബജി എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുകയെന്ന് നോക്കാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഒരു പ്രത്യേകതരം കായ ഉണ്ടല്ലോ, നമ്മൾ കറികൾക്കൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നതല്ലത്. പൊന്തം കായ എന്ന് പറയും. ഈ ടൈപ്പ് കായാണ് ഈ ബജി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ശരിക്കും സൗത്ത് ഇന്ത്യൻ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നൊരു ഡിഷാണ്. അവിടെയൊക്കെ എല്ലാ ചായക്കടയിലുമൊക്കെ കിട്ടുന്ന ഒരു ബജി ആണിത്. ഇതിങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് സ്ലൈസ് ചെയ്ത് ഈ ഒരു വലുപ്പത്തിൽ ചെറിയ കനം കുറച്ച് സ്ലൈസ് ചെയ്ത് വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിൽ ചെറിയ കറയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് പോകാനാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ കറയൊക്കെ പോയ ശേഷം വെള്ളമൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കി വെക്കണം. ഈ സമയത്തേക്ക് നമുക്ക് അതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ഇതിനൊരു കപ്പ് കടലമാവും 1 കപ്പ് അരിപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിയാണ് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കാം. എൻ്റെ കയ്യിൽ കായപ്പൊടി ഇല്ലാത്തതുകൊണ്ട് കായത്തിൻ്റെ കട്ട നന്നായിട്ടൊന്ന് വെള്ളത്തിലിട്ട് അലിയിച്ച് ചേർക്കുന്നുണ്ട്. ഒരു 2 പിഞ്ച് സോഡാപ്പൊടി, എന്താ പറയുക, ബേക്കിംഗ് സോഡ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ. ഇത് കായം കലക്കിയ വെള്ളമാണ്. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം കൂടി പോകരുത്, കുറേശ്ശെ ഒഴിച്ച് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിൽ ബാറ്റർ റെഡി ആയിരിക്കണം. വെള്ളം കൂടിപ്പോയാൽ കട്ടി കിട്ടില്ല, കുറഞ്ഞു പോയാലും ശരിയാവില്ല. അപ്പോൾ ഈ ഒരു പാകത്തിൽ വേണം ബാറ്റർ ആക്കിയെടുക്കാൻ. ഇതിലേക്ക് കളറൊന്നും ആഡ് ചെയ്യേണ്ട, കാശ്മീരി ചില്ലി ആയതുകൊണ്ട് നല്ല കളർ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ ഈ കായ മുറിച്ച് വെച്ചത് ഓരോ പീസായിട്ട് ഇതിൽ മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. അപ്പം എണ്ണ ചൂടാകാൻ വയ്ക്കുക. പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടാക്കി എടുക്കുക. നന്നായിട്ട് എണ്ണ ചൂടായ ശേഷം തീ കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ മാവിൽ നന്നായിട്ട് മുക്കിയെടുക്കുക. എന്നിട്ട് എണ്ണയിലോട്ടിടുക. ഇത്രയേ ഉള്ളൂ. ഇതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരും. തീ കൂട്ടിയിട്ട് കരിഞ്ഞു പോകും. അപ്പോൾ തീ കുറച്ചിട്ടിട്ട് പതുക്കെ ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് എടുക്കുക. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു ബജിയാണിത്. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനും. നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ ഇത് കിട്ടും. നാട്ടിലെ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഉത്സവപ്പറമ്പിലൊക്കെ ഇങ്ങനത്തെ ബജികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പം മുളക് ചമ്മന്തി ഒക്കെയാണ് ഇതിൻ്റെ സൈഡ് ഡിഷ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഈ കായ നമ്മളങ്ങനെ എല്ലാവരും കറി വയ്ക്കാനൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാം. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നിച്ച് ഒത്തിരി ഇടുമ്പോൾ നമ്മൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 1 or 2 ആയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിനകത്തേക്ക് ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് നന്നായിട്ടൊന്ന് വീർത്ത് വരുന്നത്. അപ്പോൾ നല്ലതായിട്ട് കഴിക്കാനും ഒരു ടേസ്റ്റിയാണ്. പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബജിയെല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching. Have a nice day. Bye.